Hello friends, Hi Kitchen Recipes in Malayalam എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിലോട്ടുള്ള ഫില്ലിംഗ് ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. വളരെ നന്നായിട്ട് കഴുകി പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുത്ത വാഴയിലയാണ് ഈ കാണുന്നത്. ഇതിനെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇതുപോലെ കാണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ മാറ്റി വയ്ക്കാം. 1.25 കപ്പ് പ്ലസ് 2 ടീസ്പൂൺ വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇലയടയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ നന്നായിട്ട് കൂട്ടി തന്നെ വെക്കുക. അപ്പോഴായിരിക്കും ഇത് പെട്ടെന്ന് തിളയ്ക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറവിൽ വെക്കണം. ഏറ്റവും കുറവിൽ വെച്ചിട്ട് നമുക്കിതിലോട്ട് 1 കപ്പ് നല്ല വറുത്ത അരിപ്പൊടി, നല്ല നൈസായിട്ടുള്ള നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടി 1 കപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 10-12 സെക്കൻഡ് ഇതുപോലെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ 12 സെക്കൻഡിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു പാനിലോട്ട് 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കും. സാധാരണ ഈ ഒരു രീതി ആരും തന്നെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ചെയ്തവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഈ ഇലയടയുടെ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് അരയ്ക്കുക, ഒരുപാട് പേസ്റ്റ് ആക്കണ്ട. അപ്പോൾ അങ്ങനെ അരച്ചു കഴിയുമ്പം ആ തേങ്ങയിൽ നിന്നുള്ള തേങ്ങാപ്പാലൊക്കെ ചെറുതായിട്ട് പുറത്ത് വരും. നമുക്ക് കാണാനൊന്നും പറ്റില്ല, പക്ഷെ ആ ഒരു ജ്യൂസിനെസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ്ങിനായിട്ട് ഇത് ഉപയോഗിക്കുമ്പം നമ്മൾ സാധാരണ ചുരണ്ടിയ തേങ്ങയും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നീട്. പക്ഷെ എന്നാൽ ഈ അരച്ചതും കൂടെ ചേർക്കുമ്പം ഈ ഫില്ലിങ്ങിനൊരു പ്രത്യേക ഒരു രുചിയായിരിക്കും. നന്നായിട്ട് അരിച്ചെടുത്ത ശർക്കര പാനിയിലോട്ട് ഞാൻ 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചെറുതായിട്ട് അരച്ച തേങ്ങ ഇതിലോട്ട് ചേർക്കാൻ പോവുകയാണ്. തേങ്ങ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇതിലോട്ട് ഞാൻ ഏകദേശം 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലത്തെ ആ ഒരു വെള്ളമായി ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടണം. അത് മാറി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കൂടുതൽ വെള്ളമയം തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വലിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ അടയിലകത്ത് വെച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കമ്പ് കടിക്കണ പോലെ ഉണ്ട്. അതായത് ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഹാർഡാവരുത്. ജസ്റ്റ് ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണം, അത്രേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരക്കണതിന് പകരം ടോട്ടൽ ഒരു ഏകദേശം 1.25 കപ്പ് തേങ്ങ ഇട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇതിലോട്ട് 1-2 ടീസ്പൂൺ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുവാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യാൻ മടിയാണെങ്കിൽ സാധാരണ പോലെ ഏകദേശം ഒരു 1.25 കപ്പ് തേങ്ങ ഇട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വലിച്ചെടുത്താൽ മതി. ഇതിനേലൊക്കെ ഏറ്റവും ടേസ്റ്റ് എങ്ങനെയാണെന്നറിയോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇളയ തേങ്ങ കിട്ടുവാണെങ്കിൽ അത് വളരെ ചെറുതാക്കി അരിയാം. പിന്നെ അത് മിക്സിയിൽ അടിക്കുകയൊന്നും വേണ്ട. എന്നിട്ട് ഇതുപോലെ ശർക്കരയിലിട്ട് അങ്ങോട്ട് വലിച്ചെടുത്തിട്ടുള്ള ഫില്ലിംഗ് ചെയ്യുവാണെങ്കിൽ ആ അടയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. വളരെ വളരെ സോഫ്റ്റ് ആയിരിക്കും. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അരിപ്പൊടിയുടെ കൂട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ട്. ഇനി നമുക്ക് പറ്റാവുന്ന ഒരു ചൂടിൽ ഇതിനെ കുഴച്ചെടുക്കുക. മാക്സിമം ചൂടുണ്ടെങ്കിൽ അത്രയും നല്ലത്, അത്രയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അട. നിങ്ങൾ ഉണ്ടാക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുള്ള മെഷർമെൻറ്റ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിയുടെ ബ്രാൻഡിൻ്റെ അതനുസരിച്ച് ചിലപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൻ്റെ കണക്കിന് വ്യത്യാസം വരാം. പക്ഷേ അത് മിക്കവാറും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വാട്ടിയെടുത്ത ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ഉരുള എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് തൊട്ട് നമുക്ക് നന്നായിട്ട് തന്നെ പരത്തെടുക്കാം. മാക്സിമം നൈസായിട്ട് പരത്തുക, മാക്സിമം നേരിയതാക്കി പരത്തുക. ഒരുപാട് കട്ടി കൂടുവാണെങ്കിലും ഈ ഇലയുടെ കഴിക്കാൻ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, കുറച്ചിങ്ങനെ ഹാർഡ് പോലെ നമുക്ക് തോന്നും. അപ്പോൾ മാക്സിമം നേരിയതാക്കി തന്നെ ഇതുപോലെ പരത്തെടുക്കാം. ഇന്നത്തെ ക്വാണ്ടിറ്റിക്ക് നിങ്ങൾക്ക് കൃത്യം 6 ഇലയുടെയാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ 6 ഉരുളകളാക്കി വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഏകദേശം ഒരു വലിയ ടീസ്പൂൺ ഫില്ലിംഗ് ഇതിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ മടക്കി വെച്ചിട്ട് നന്നായിട്ട് സൈഡെല്ലാം പ്രസ് ചെയ്തെടുക്കാം.
ഇതുപോലെ ബാക്കിയുള്ള 5 അടകളും ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുശേഷം നമ്മളിതിനെ സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. വെള്ളം വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു പാത്രം ഇറക്കി വെച്ച് ഇലയുടെ എല്ലാം വേവിച്ചെടുക്കാം. മാക്സിമം 3 അട വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് അട കുത്തിക്കി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. 10 മിനിറ്റിന് ശേഷം ഇലയട റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഒരു 5-6 മിനിറ്റിന് ശേഷം മാത്രമാണ് ഇലയുടെ തുറക്കാൻ പാടൂ, അല്ലെങ്കിൽ അതങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ 5-6 മിനിറ്റിന് ശേഷം ഞാൻ ഇപ്പോൾ തുറന്ന് കാണിക്കുവാണ്. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. ശരിക്കും നമ്മൾ കഴിക്കുമ്പോൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഇലയുടെയാണിത്. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഫില്ലിങ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നത് െങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.